നമസ്കാരം. ഇതൊരു കടുമാങ്ങ പിക്കിളിന്റെ റെസിപ്പിയാണ് എന്ന് വിചാരിച്ചിട്ട് ആരും കാണരുത് കേട്ടോ. കൃത്യമായിട്ടുള്ള അളവുകൾ എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് പോയി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അളവുകളും അത് ഉണ്ടാക്കുന്നതും അത് പാക്ക് ചെയ്യണതും ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശ്രീസ് വെജ് മെനു എന്നുള്ള പേരിൽ ചെറിയൊരു സംരംഭമായിട്ട് കുറച്ച് പേരെങ്കിലും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. സാമ്പാർ പൊടിയായിട്ടും രസപ്പൊടിയായിട്ടും കൊണ്ടാട്ട മുളകായിട്ടും കൈപ്പയ്ക്ക കൊണ്ടായിട്ടായിട്ടും അല്ലെങ്കിൽ പിക്കിൾസ് ആയിട്ടും ഒക്കെ നിങ്ങൾ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടാവും. അതിന്റെ ഫീഡ്ബാക്സ് വരുന്നുണ്ട്. ഒരുപാട് ഒരുപാട് സന്തോഷം, ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ. അപ്പൊ ഇതിന്റെ പിന്നിൽ നടക്കുന്ന ചില കാര്യങ്ങളും കൂടി നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ ആ ഒരു വിശ്വാസ്യത നമുക്ക് കൂടുതലായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മാങ്ങ സെലക്ട് ചെയ്യുന്നതിൽ വരെ ഉണ്ട്. നല്ല ചുണയുള്ള മാങ്ങ നോക്കിയിട്ടും അതുപോലെ കണ്ണിമാങ്ങ ഇടുമ്പോൾ അതിന്റെ വലുപ്പം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രയും നോക്കി മാങ്ങ നമ്മളിലേക്ക് എത്തുന്നത് മുതല് പിന്നെ അതിന്റെ ഹൈജീൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. വളരെ കൂടുതൽ അളവിൽ മാങ്ങ വരുമ്പോൾ പോലും അത് വൃത്തിയായിട്ട് കഴുകി ഒരു 3-4 തവണ കഴുകി എടുത്തിട്ട് വേണം അത് ഉപ്പിട്ട് വയ്ക്കാനും. ഉപ്പിട്ട് വച്ചതിന് ശേഷം ഒരു തുള്ളി നനവില്ലാതെയാണ് നമ്മളിത് പാകം ചെയ്തെടുക്കുന്നത്. അതായത് കൃത്രിമ നിറങ്ങളോ രാസവസ്തുക്കളോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. വിനിഗർ പോലും ഇല്ല. എങ്കിൽ പോലും ഒരു വർഷം എന്താണെങ്കിലും കേടുവരാതിരിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ആ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ, നല്ലെണ്ണയിൽ തുണി മുക്കി അത് എണ്ണപ്പാത്തിയിലോ അല്ലെങ്കിൽ ഭരണികളിലോ എങ്ങനെ വൃത്തിയായിട്ട് വെക്കാം എന്നുള്ളതൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു പിക്കിളിൽ വിനിഗർ ഇല്ല. പിന്നെ ഉപ്പ് കൂടുതലാണോ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ ഉപയോഗിച്ച് തന്നെ നോക്കുക. നോർമൽ ഉപ്പ് മാത്രമേ ഇതിലുള്ളൂ, അല്ലാതെ ഒരുപാട് ഉപ്പൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നുമില്ല. ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയും അതുപോലെ മികച്ച ഗുണനിലവാരമുള്ള മുളക് പൊടിയും ഒക്കെ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണതും. തലമുറകളായിട്ട് നമ്മൾ കൈമാറി വന്നിട്ടുള്ള അതേ പാചക രീതി, മാങ്ങയും ഉപ്പും അതിൽ ചേർക്കുന്ന പൊടികളും വളരെ കൃത്യമായിട്ടുള്ള അളവിൽ ചേർത്ത് ഭരണിയിൽ വെച്ചിട്ടാണ് പാകപ്പെടുത്തി എടുക്കുന്നത്. നമ്മൾ ചേർക്കുന്ന ഉപ്പ് വെള്ളമായിട്ട് വരുന്നതല്ലാതെ ഒരു തുള്ളി വേറെ വെള്ളം പോലും നമ്മൾ ചേർക്കുന്നില്ല. പരമ്പരാഗതമായ ആധികാരികതയോടെ ശുചിത്വത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പിക്കിള് നിങ്ങളുടെ ഊണുമേശയിൽ എത്തുന്നത്. പഴമയുടെ രുചി അതേ ശുദ്ധിയോടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. മുത്തശ്ശനായിട്ട് തുടങ്ങി വെച്ചതാണ്. അമ്മയാണ് ശരിക്കും ഇതിന്റെ ഒരു നട്ടെല്ലെന്ന് പറയണത്, ബാക്ക് ബോൺ എന്ന് പറയണത്. അമ്മ വളരെ പാഷനേറ്റ് ആണ്, എന്നേക്കാളും ഒക്കെ ഒരുപാട്. അപ്പൊ അമ്മയുടെ ആ ഒരു എന്താ പറയാ ഡെഡിക്കേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അമ്മയുടെ അത്രയും ആഗ്രഹത്തിന്റെ പുറത്ത് വളരെ ചെറിയ രീതിയിലാണ് നമ്മളിത് ചെയ്തു പോരുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്കുണ്ട്. ഈ ഒരു ശ്രീസ് വെജ് മെനു എന്ന് പറഞ്ഞ ചാനൽ എനിക്കൊരു പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത് കൊണ്ട് ഇതിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അതേ സാധനങ്ങൾ ഒരു കലർപ്പും ഇല്ലാതെ മായവും ഇല്ലാതെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ. ഇത് പിക്കിള് വേണ്ടവർക്ക് വേണ്ടി മാത്രമല്ല, ഓണത്തിന് വേണ്ടിയിട്ടും നമ്മൾ പുളിയിഞ്ചിയും കുറുക്കുകാളനും അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുക്കാം, അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനിയും തുടർന്നുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.